സ്നേഹസ്വരൂപനായിരിക്കുന്ന കർത്താവായ യേശുവിൻ്റെ നിസ്തുല്യ നാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതകാലം കൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയിരിക്കുകയാണ്. ഓരോ പ്രഭാതത്തിലും കർത്താവിൻ്റെ ദയ പുതിയത്. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് കർത്താവിൻ്റെ കൃപയാകുന്നു. ഹല്ലേലൂയ. പലപ്പോഴും നമുക്കത് മനസ്സിലാകുകയില്ല, ഈ ഭൂമിയിൽ ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നത് എപ്രകാരമാണെന്ന്. കാരണം പലരുടെയും ജീവിതത്തിൽ അവർ ഈ ദിവസങ്ങളിലായിരിക്കുന്നു. നമുക്ക് നമ്മുടെ ഈ അവസ്ഥകളെക്കുറിച്ച് ഒത്തിരി പരാതി പറയുമ്പോൾ ഹോസ്പിറ്റൽ കിടക്കകളിൽ കിടക്കുന്നവർ, ICUവിൽ കിടക്കുന്നവർ, വെന്റിലേറ്ററിൽ കിടക്കുന്നവർ, ചില ആക്സിഡൻ്റൊക്കെ കഴിഞ്ഞ് കിടക്കുന്നവർ, ശ്വസിക്കുവാൻ പോലും കഴിയാതെ വണ്ണം ആ ഓക്സിജൻ്റെ സപ്പോർട്ടോടുകൂടി കിടക്കുന്നവർ, ആഹാരം കഴിക്കുവാൻ കഴിയാതെ ട്യൂബിലെല്ലാം ഇട്ടിരിക്കുന്നവർ, നടക്കുവാൻ കഴിയാതെ കൈകാലുകൾ മുറിച്ച് കളഞ്ഞവർ, ഇത്തരത്തിലെല്ലാം ഒത്തിരി ഭാരം അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ഇല്ലായ്മകളുടെ നടുവിൽ കഴിയുന്നവർ, ഒരു അടിച്ചുറപ്പുള്ള ഭവനം ഇല്ലാതിരിക്കുന്നവർ, എത്രയോ കിലോമീറ്ററുകൾ കാടുകൾ മേടുകൾ നടന്നു പോകേണ്ടി വരുന്ന അവസ്ഥയിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കൾ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ജീവൻ്റെയും ജീവിതത്തിൻ്റെയും വില അറിയുവാൻ നമുക്ക് ഓരോ ദിവസവും കഴിയണം. അതുകൊണ്ട് സ്തോത്രം പറയുക, എല്ലാറ്റിനും സ്തോത്രം പറയുക, എപ്പോഴും സ്തോത്രം പറയുക, ഏത് സമയത്തും എല്ലാ കാലത്തും ഏതവസ്ഥയിലും സ്തോത്രം പറയുക. ദൈവം നമ്മോട് കൂടെ ഇരുന്ന് കർത്താവിന് വേണ്ടി നമ്മെ പ്രയോജനപ്പെടുത്തുവാനായി ഇന്ന് പൽക്കാലവും നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അവിടുത്തെ സന്നിധിയോട് അടുത്തു വരുന്നു. അങ്ങ് ഞങ്ങൾ പകർന്നിരിക്കുന്ന ജീവനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആഹാരത്തിനായി നന്ദി. കാണുവാനും കേൾക്കുവാനും നടക്കുവാനും സംസാരിക്കുവാനും കർത്താവെ എല്ലാറ്റിനും തന്ന കൃപകളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന പച്ച ഈ പ്രഭാതത്തിലും കർത്താവെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങ് വചനത്തിൽ കൂടി ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങ് ദൈവമേ ദർശനങ്ങളിൽ കൂടി ഞങ്ങളോട് സംസാരിക്കണമേ. സ്വപ്നങ്ങളിൽ കൂടി അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾക്ക് അവിടുത്തെ ആലോചന ആവശ്യം, ഞങ്ങൾക്ക് അവിടുത്തെ ശബ്ദം ആവശ്യം. യേശുവെ, ഒരു വാക്ക് മതി എന്ന് ശതാധിപൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ അവസ്ഥകൾ മാറുവാൻ, ഞങ്ങളിൽ ജീവൻ പ്രാപിക്കുവാൻ, ഞങ്ങളുടെ ചത്ത അവസ്ഥകളെല്ലാം മാറുവാനായി, ഞങ്ങളുടെ ദൈവമേ ജീവിതം ഫലപുഷ്ടിയുള്ളതും തഴച്ചതും ദൈവമേ വിശാലമുള്ളതുമായി മാറുവാൻ യേശുവിൻ്റെ ഒരു വാക്ക് ദൈവമേ ഇന്ന് ഞങ്ങളുടെ ചെവികളിൽ അവിടെ നിന്ന് കേൾപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സ്വർഗീയ ദർശനം ഞങ്ങളുടെ കണ്ണുകളിൽ കാണുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ഭൂമിയിൽ ഞങ്ങൾ ഇടം വലം ഒരു മനുഷ്യൻ ഞങ്ങളെ സഹായിപ്പാനില്ലെങ്കിലും സ്വർഗം ഞങ്ങളോട് കൂടെയുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ഞങ്ങളോട് കൂടെ നിന്നാൽ, ദൂതന്മാർ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി നിന്നാൽ, കർത്താവെ ഞങ്ങൾ ജയാളികളാണ് പച്ച. ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നൊരു കർത്താവ് ഞങ്ങളോട് കൂടെ ഉള്ളതിനായി സ്തോത്രം. എല്ലാ നിരാശപ്പെടുത്തുന്ന വാക്കുകളിൽ നിന്നും അവസ്ഥകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നും എഴുന്നേറ്റ് ജയത്തോടെ മുന്നോട്ട് പോകുവാൻ ഏലിയാവിനോട് നിനക്കിവിടെ എന്ത് കാര്യം എന്ന് ചോദിച്ച് കർത്താവെ സ്വർഗത്തിൽ നിന്ന് കനലിൽ ചുട്ട അപ്പം കൊടുത്ത് കർത്താവെ അവന് ഹോരബോളം 40 രാവും പകലും ഓടുവാനുള്ള ബലം കൊടുത്തതുപോലെ ചില ചൂരച്ചെടികളുടെ അവസ്ഥയിൽ നിരാശപ്പെട്ട് ശാരീരികമായി മാനസികമായി തളർന്നു കിടക്കുന്ന ചിലർ സ്വർഗത്തിൻ്റെതായിരിക്കുന്ന ശബ്ദം കേട്ട് കർത്താവെ മുന്നോട്ടോടുവാൻ, ചെയ്യുവാനുള്ള കാര്യങ്ങളെ ചെയ്യുവാൻ കർത്താവെ അവിടെ നിന്ന് അവരെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച യേശുവിൻ്റെ നാമത്തിൽ ദൈവികമായിരിക്കുന്ന എല്ലാ പരിപാലനകൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഹല്ലേലൂയ കർത്താവെ. ദൈവമേ, ഈ പ്രാർത്ഥനയിൽ വളരെ നാളുകൾ കൊണ്ട് അടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കൾ കർത്താവിൻ്റെ ശക്തരായിരിക്കുന്ന ദൈവമേ ഇൻ്റർസെസേഴ്സായി മാറട്ടെ പച്ച. അവർ മധ്യസ്ഥത അണയ്ക്കുന്നവരായി മാറട്ടെ. അവർ ദൈവവേലക്കാരായി മാറട്ടെ. തങ്ങളുടെ സ്വന്തം ജീവിതത്തിലേക്ക് മാത്രം നോക്കാതെ മറ്റുള്ളവരിലേക്ക് നോക്കുവാൻ, ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവിടെ നിന്ന് അവരെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച. ദൈവമേ, ചില പൈശാചിക പീഠകളിൽ കിടക്കുന്ന കുടുംബങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ദൈവമേ വിടുവിക്കുവാനായി ഈ പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഇവർ ആത്മാവിൽ പൊരുതട്ടെ. ദൈവമേ, ഇവർ ആത്മമണ്ഡലങ്ങളിൽ വലിയ യുദ്ധം ചെയ്ത് പല കുടുംബങ്ങളെ വിടുവിക്കുവാൻ, പല വ്യക്തി ജീവിതങ്ങളെ വിടുവിക്കുവാൻ, ഗദരദേശത്തിലെ ഭൂതഗ്രസ്തനെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ചെന്ന് അവനെ ദൈവമേ അനേക പട്ടണങ്ങൾക്ക് സുവിശേഷകനാക്കി മാറ്റിയതുപോലെ ഈ പ്രിയപ്പെട്ടവരുടെ ദൈവമേ ഹൃദയങ്ങളിൽ ചില വ്യക്തികൾ, ആർക്കും മെരുക്കമില്ലാത്ത, ഒന്നിനും അടക്കുവാൻ കഴിയാതിരുന്ന ചില വ്യക്തികളെ കുറിച്ച് ഇവരപ്പാ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അവരെ നേടുവാൻ അവിടെ നിന്ന് സഹായിക്കണമേ കർത്താവേ. നെഹമ്യാവ് ദൈവമേ തൻ്റെ പട്ടണം ദൈവമേ മതിലുകൾ പൊളിഞ്ഞും
പലതും തീ വെച്ച് നശിപ്പിച്ചും കിടക്കുന്നതറിഞ്ഞ് 3 മാസത്തോളം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് രാജാവിൻ്റെ അടുക്കലേക്ക് വന്ന ദൈവമേ അതിനൊരാലോചന പ്രാപിച്ച് കർത്താവെ 52 ദിവസം കൊണ്ട് ആ മതിൽ പണിയുവാൻ സഹായിച്ചതുപോലെ ഈ പ്രിയപ്പെട്ടവർ ചില വിഷയങ്ങളിൽ ദൈവമേ ഇന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നതിന് വേഗത്തിൽ 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 സകലതും ഒരുക്കപ്പെടുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് തലമുറകളുടെ ദൈവമേ പഠനം, ജോലി, വിവാഹം, അവരുടെ കുഞ്ഞുങ്ങൾ ദൈവമേ അതുമായിട്ടുള്ള ബന്ധത്തിൽ എവിടെയാണോ, ചില ലോണുകൾക്കാണോ, ഭവന പണികൾക്കാണോ, കർത്താവെ ചില ബിസിനസ്സുകൾ തുടങ്ങുന്നതിനാണോ, ചില രോഗസൗഖ്യത്തിനാണോ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഇവർ ആ മതിലുകളെ എല്ലാം കെട്ടുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവകൃപ ഇവരിലേക്ക് അധികമായിട്ട് ഇറങ്ങി വരട്ടെ കർത്താവെ. ചില വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസത്തിനായി, ജോലിക്കായി, ജീവിതത്തിൽ കർത്താവെ ചില കടബാധ്യതകൾ വീട്ടിൽ തീർക്കുവാനായി, ജീവിതത്തിൽ നല്ല ഒരു പുരോഗമനത്തിനായി ദൈവമേ ദൈവരാജ്യ ശുശ്രൂഷകൾക്കായി ഒക്കെ രാജ്യങ്ങളുടെ അതിരുകളെ കടക്കുവാനുള്ള അവരുടെ വാഗ്ദത്തങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പൂർത്തീകരണത്തിലേക്ക് എത്തട്ടെ പച്ച. അതിനാവശ്യമായിരിക്കുന്ന പേപ്പർ വർക്കുകൾ വേഗത്തിൽ 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 അവരോട് കൂട്ടിച്ചേർക്കപ്പെടുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, ദൈവമേ അവിടെ നിന്ന് ഇവരോട് കൃപ ചെയ്യും. സാമ്പത്തിക ആവശ്യങ്ങൾ ഒരുങ്ങട്ടെ, നിയമങ്ങൾ ഇവർക്ക് വേണ്ടി മാറ്റപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ കർത്താവേ സ്തോത്രം. എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ ദൈവമേ എക്സാം എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന, സർട്ടിഫിക്കറ്റ്സിനായി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കർത്താവേ അതെല്ലാം വേഗത്തിൽ വേഗത്തിൽ ലഭിക്കുവാനായി പ്രാർത്ഥിക്കുന്നു. ചില PSC എക്സാമുകൾ ലിസ്റ്റിൽ വന്നവർ വേഗത്തിൽ ജോലിയിലേക്ക് പ്രവേശിക്കട്ടെ പച്ച. ദൈവമേ സ്തോത്രം. മറ്റ് ഫീൽഡുകളിൽ കർത്താവേ ചില കോൺട്രാക്ട് ബേസിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ അതിൽ സ്ഥിരപ്പെടുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ ചില കൈത്തൊഴിലുകൾ ചെയ്യുന്നവർ, ഭവനങ്ങളിൽ സഹായിക്കുന്നവർ, ദൈവമേ ചില ഏജൻസി മുഖേന ജോലി ചെയ്യുന്നവർ, സ്വന്തമായിരിക്കുന്ന കൈത്തൊഴിലുകളിൽ ഏർപ്പെടുന്നവർ എല്ലാവരുടെയും കരങ്ങളുടെ പ്രവൃത്തി അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവമേ അവിടെ നിന്ന് എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഇരിക്കുന്ന പകൽക്കാലവും രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ അങ്ങയുടെ അടുക്കലേക്ക് വന്നവരുടെ സകല വ്യാധികളെ അവിടെ നിന്ന് സൗഖ്യമാക്കി, അവരുടെ അശുദ്ധാത്മാക്കളെ അവിടെ നിന്ന് പുറത്താക്കി, എല്ലാ ദീനക്കാരെയും അവിടെ നിന്ന് സൗഖ്യമാക്കി എന്ന് പറയുന്നത് പോലെ കർത്താവെ ഇന്ന് പകൽക്കാലവും ശാരീരികമായി മാനസികമായി വേദനകളിൽ രോഗാവസ്ഥയിൽ കഴിയുന്ന സകലരുടെയും കർത്താവെ അവസ്ഥകളെ അവിടെ നിന്ന് മാറ്റണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. യേശുവിൻ്റെ നാമത്തിൽ ചില ദൈവമേ ജോയിൻറ്റ് പെയിനുകൾ, ദൈവമേ ഷുഗർ കംപ്ലൈൻറ്റുകൾ, BP-യുടെ വേരിയേഷൻസ് നോർമലാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച. ദൈവമേ സ്തോത്രം. കൊളസ്ട്രോളിൻ്റെ എല്ലാം ബുദ്ധിമുട്ടുകൾ യേശുവിൻ നാമത്തിൽ കർത്താവെ നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ കർത്താവെ ചില സൈനസ് കംപ്ലൈൻറ്റുകൾ, സോറിയാസിസിൻ്റെ പ്രയാസങ്ങൾ, ദൈവമേ സ്കിന്നിൽ കാണുന്ന അലർജി കർത്താവെ അത് മറ്റുള്ളവരുടെ മുമ്പിൽ അവർക്ക് തങ്ങളെ തന്നെ വളരെ ലജ്ജയായി തോന്നിയിരിക്കുന്നവർ യേശുവിൻ്റെ രക്തത്താൽ കർത്താവെ ആ സ്കിൻ അലർജികളെല്ലാം സൗഖ്യമാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു തന്നോട് കൂടെ ഇരിക്കേണ്ടതിനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടുന്നതിനും ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ദൈവരാജ്യത്തിൽ കർത്താവ് ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ശിഷ്യനായിട്ടൊരു വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തുദ്ദേശത്തോടു കൂടിയാണ് കർത്താവ് അവരെ തിരഞ്ഞെടുക്കുന്നത്? 4 കാര്യങ്ങൾ കൂടി അവിടെ പറയുന്നു. എന്താണ്? ഒന്നാമത് പറയുന്നത് തന്നോട് കൂടെ ഇരിക്കേണ്ടതിന്. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ തൻ്റെ ജീവിതകാലത്ത്, അല്ലെങ്കിൽ ആ പരസ്യ ശുശ്രൂഷക്കാലം, ഗലീലയിൽ നിന്ന് യോർദാനിൽ വന്ന് സ്നാനമേറ്റതിന് ശേഷം, യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റതിന് ശേഷം കർത്താവ് പ്രാർത്ഥിച്ചു. 12 ശിഷ്യന്മാരെ അപ്പോസ്തലന്മാരാക്കി വിളിച്ചു. പിന്നെയും അനേക 70 പേരെ അല്ലാത്ത ശിഷ്യന്മാരായിട്ടുണ്ടായിരുന്നു. പിന്നെ അനേക രഹസ്യ ശിഷ്യന്മാർ കർത്താവിന് വേണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാം കർത്താവിൻ്റെ കൂടെ നടക്കുകയായിരുന്നു. നാം ആ സുവിശേഷങ്ങൾ വായിക്കുമ്പോഴറിയാം അവരെല്ലാം കർത്താവ് എവിടെ പോയാലും കർത്താവിനെ അനുഗമിക്കുകയായിരുന്നു. സഹോദരന്മാരായിരുന്ന വ്യക്തികൾ മാത്രമല്ല, അവിടെ പല സ്ത്രീകൾ കർത്താവിനെ അനുഗമിച്ചു എന്ന് പറയുന്നുണ്ട്. ധനികരായിരുന്ന സ്ത്രീകൾ, അവർ തങ്ങളുടെ വരുമാന മാർഗത്തിൽ നിന്ന് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൈത്താങ്ങിയിരുന്നു എന്ന് പറയുന്നു. ഭൂതങ്ങൾ വിട്ടുമാറിയ മഗ്ദലക്കാരത്തി മറിയ കർത്താവിനെ എപ്പോഴും അനുഗമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ധാരാളം സ്ത്രീകളും സഹോദരന്മാരും എല്ലാവരും കർത്താവിനെ അനുഗമിക്കുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നു, അവൻ തന്നോട് കൂടെ ഇരിക്കേണ്ടതിനും
വചനം പ്രസംഗിക്കേണ്ടതിന്, അയക്കേണ്ടുന്നതിനും, രോഗികളെ സൗഖ്യമാക്കേണ്ടുന്നതിനും, ഭൂതങ്ങളെ പുറത്താക്കേണ്ടുന്നതിനും ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. അപ്പോൾ നമ്മെ ഓരോരുത്തരെയും കർത്താവ് വിളിച്ച് തിരഞ്ഞെടുത്തു. തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ദൈവമക്കളാക്കി വച്ചരിക്കുന്നതിൻ്റെ ഉദ്ദേശം കർത്താവിൻ്റെ കൂടെ ഇരിക്കുക. നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ഭൗതികമായിരിക്കുന്ന ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ, ഈ ലോകത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ച് കർത്താവേ എന്ന് നാം എപ്പോഴും പ്രാർത്ഥിക്കുന്നു. അതൊരു വശം. ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവത്തോട് കൂടെ ആയിരിക്കുവാൻ വേണ്ടി. പിന്നെ എന്താണ്? വചനം പഠിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ, നമ്മുടെ അടുക്കലേക്ക് വരുന്ന രോഗികളെ കൈവച്ച് സൗഖ്യമാക്കുവാൻ. എന്നെ കേൾക്കുന്ന നിങ്ങൾ എല്ലാവരോടും പറയട്ടെ, നിങ്ങളുടെ അടുക്കലേക്ക് ഒരു രോഗി വന്നാൽ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു വാക്ക് പ്രാർത്ഥിക്കുമെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന ആളിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കുക അല്ല, നിങ്ങൾ പ്രാർത്ഥിക്കണം. അവരുടെ ഭൂതത്തെ നിങ്ങൾ പുറത്താക്കണം. ഈ ഭൂതത്തെ പുറത്താക്കുക എന്ന് പറയുമ്പോൾ അലറി വിളിച്ച് പോകുന്ന ഭൂതങ്ങൾ മാത്രമല്ല, നമ്മുടെ ഉള്ളിലിരിക്കുന്ന, നമ്മുടെ ഉള്ളിൽ പോലും ഉള്ള നെഗറ്റിവിറ്റികളെ എല്ലാം നമ്മൾ പ്രാർത്ഥിച്ച് പുറത്താക്കി ജയകരമായൊരു ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുക. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരെ നിയമിച്ചാക്കിയിരിക്കുന്നത് പോലെ നമ്മെ ഇന്ന് ഭൂമിയിലാക്കി വച്ചിരിക്കുന്നു. ഒന്നാമത് നമ്മൾ കർത്താവിനോടൊപ്പം ചേർന്നിരിക്കുക. പ്രിയപ്പെട്ടവരെ, അധിക സമയം കർത്താവിനോടൊപ്പം ചേർന്നിരിക്കുവാൻ, അത് പ്രാർത്ഥനയിൽ, വചനധ്യാനത്തിൽ, ആരാധനയിൽ ഒക്കെ നമ്മുടെ മനസ്സും ആത്മാവും ഹൃദയവും കൊണ്ട് ദൈവത്തോട് ചേർന്നിരിക്കാൻ, യേശുവിനോട് ചേർന്നിരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.